എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള PSC പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ്. ഈ ഒരു ചോദ്യ പേപ്പറിൽ 25ാമത് ചോദ്യം വരെയുള്ള ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ പ്രകാരമുള്ള ഉത്തരങ്ങളും നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. 26ാമത് ചോദ്യം മുതലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. കണ്ടെത്തേണ്ടത് എന്തെന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. തെറ്റായ ജോഡിയാണ്. ആശാഭവൻ മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം വെക്കുന്നു എന്നാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ആ ഒരു സെന്റൻസ് ശരിയായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള ഒരു സ്ഥാപനമാണ് ആശാഭവൻ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ രണ്ടാമത് കൊടുത്തിരിക്കുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായിട്ട് നടത്തുന്ന വിവിധ പദ്ധതികൾ കൂട്ടിച്ചേർത്ത് നടത്തുന്ന സമഗ്ര പദ്ധതിയാണ് മഴവില്ല് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അതും എന്താണ്, ശരിയാണ്. മൂന്നാമത് കൊടുത്തിരിക്കുന്നു പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഒന്ന് ഉത്തരം വേണം. അപ്പൊ നാലാമത്തെ എന്തായാലും തെറ്റ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നു എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തെറ്റായിട്ടുള്ളത് ആ വർഷം തന്നെയാണ്. 1985 അല്ല, 1975 സെപ്റ്റംബർ 9 എന്നാണ് ശരിക്കും വരേണ്ടിയിരുന്നത്. 1975 സെപ്റ്റംബർ 9-ാം തീയതിയാണ് നമ്മുടെ കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭവങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും സാമൂഹ്യക്ഷേമ പരിപാടികളും സേവനങ്ങളും നടപ്പിലാക്കുന്നതിനുമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് സ്ഥാപിതമായ വകുപ്പാണ് ഇത് സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറയുന്നത്. നിലവിൽ നമുക്കറിയാം സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നമ്മുടെ ആർ ബിന്ദു ആണെന്നും നമ്മൾ പഠിക്കാറുണ്ട്. കേരള PSC പരീക്ഷയിലൊക്കെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നതുമാണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ളത് 1, 2, 3, തെറ്റായിട്ടുള്ളത് 4-മത്തത്, ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ 4. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചോദ്യമൊക്കെ വായിച്ച് പെട്ടെന്ന് പോയിട്ട് നമ്മൾ 1, 2, 3, 4 തെറ്റ് ഓപ്ഷൻ ഡി പോയിട്ട് കറപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചിലർക്കെങ്കിലും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടാകും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എ എന്ന് പറയുന്നത് 4 ഡി എന്ന് പറയുന്ന 1-നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അറിഞ്ഞിട്ട് പോയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ സാവധാനം കൃത്യമായി ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ OMR ഷീറ്റിൽ പോയിട്ട് കർപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ചെയ്യുമ്പോൾ എവിടെയെല്ലാമാണ് നമുക്ക് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടി പറ്റും. പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുറെ ചോദ്യങ്ങൾ നമുക്ക് പരിശീലിക്കുക വഴി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 27ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ശരിയായ വകുപ്പ് എന്നത് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിയായ വകുപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. വകുപ്പ് 387 ഭരണഘടനാ ഭേദഗതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം വകുപ്പ് 387 എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് കൊടുത്തിരിക്കുന്നു. ശരിക്കും ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 368 ആണ്. അപ്പൊ പണ്ടൊക്കെ PSC പരീക്ഷയിൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ പല വകുപ്പുകളും ഒരുമിച്ച് എടുത്തുകൊണ്ട് മാച്ച് ഫോളോയിങ് രൂപത്തിൽ ചോദിച്ചിരിക്കുന്നു. പണ്ടത്തെ ചോദ്യങ്ങളെല്ലാം ഒരു ചോദ്യത്തിനുള്ളിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വകുപ്പ് 368 അറിഞ്ഞിരിക്കേണ്ടത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. ഇനി വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്നവിടെ പറയുമ്പോൾ വകുപ്പ് 312 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വകുപ്പ് 312 എന്ന് പറയുന്നത് നമ്മുടെ അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഈ പറയുന്ന വകുപ്പ് 312. അപ്പൊ പുതിയ ഓൾ ഇന്ത്യ സർവീസ് ഒക്കെ രൂപീകരിക്കുന്നതിനുള്ള അധികാരം കൂടുതൽ എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്? രാജ്യസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് രാജ്യസഭയുടെ ഒരു പ്രത്യേക അധികാരമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്ന് തന്നിരിക്കുന്ന എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും, ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് 1, 2, 3, 4 അങ്ങനെ ഓരോന്ന് വീതേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും.
തൊട്ട് അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു വകുപ്പ് 301A, സ്വത്തവകാശം നിയമപരമായ അവകാശം എന്നാണ് കൊടുത്തത്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണോ എന്ന് ചോദിച്ചാൽ അത് ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 301 ശരിക്കും അവിടെ വരേണ്ടിയിരുന്നത് ഏതാണ്? 300A ആണ് അവിടെ വരേണ്ടിയിരുന്നത്. നമുക്കറിയാം 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ നമ്മുടെ മൗലിക അവകാശത്തിൽ ഉണ്ടായിരുന്ന സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും പകരം 12ാമത്തെ ഭാഗത്ത് ഈ 300A എന്ന് പറയുന്നത് 12ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുന്നത്. അവിടെ നിലവിൽ അവകാശം എന്താണ്? ഒരു നിയമ അവകാശമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് 3 തെറ്റിയതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വകുപ്പ് 309 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്നാണ് പറയുന്നത്. ഇവിടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴും PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. അത് 108 ആണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെ? 108 ആണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ 108 എന്ത്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന കാര്യം ഓർക്കുക. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? അത് 108 എന്ന കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ വകുപ്പ് 309 വകുപ്പ് 309 നമ്മുടെ PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗം സിലബസിൽ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് ഈ ആർട്ടിക്കിൾ 309 പറയുന്നത് എന്താണ്? യൂണിയന്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനത്തെയും സേവന വ്യവസ്ഥകളെയും പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏതെന്ന് പറയുന്നത്? അനുച്ഛേദം 309 എന്ന് പറയുന്നത്. നമ്മൾ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ LDCയോ അല്ലെങ്കിൽ LGSോ അല്ലെങ്കിൽ മറ്റ് ജോലികളോ ഒക്കെ കിട്ടി നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വകുപ്പാണ് 309 എന്ന് പറയുന്ന വകുപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓപ്ഷനിലൂടെ കടന്നുപോയി അതിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി 28ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 28ാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്തിനാണ് നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്? നിങ്ങൾ ഈ 4 സ്റ്റേറ്റ്മെന്റും വായിച്ചതിന് ശേഷം പിന്നീട് ഒന്നും കൂടെ പോയിട്ട് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്ന് വായിക്കാൻ സമയം അവിടെ എടുക്കണ്ട. മറിച്ച് ആ അണ്ടർലൈൻ ചെയ്ത് വെച്ച ഭാഗം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ എല്ലാം ശരിയെന്ന് തരുന്നു. ചിലപ്പോൾ അതിനിടയിൽ കൂടെ 10 ചോദ്യം ചോദിച്ച് ഒരു ചോദ്യം എന്താക്കി തരും? തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ ശരി 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 എന്ന് കേട്ട് അല്ലെങ്കിൽ കണ്ട് വന്ന് കറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചിട്ട് ഇതും എന്തായിരിക്കും ശരിയാണെന്ന് വിചാരിച്ച് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ശരിയായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് നമുക്ക് അത്തരത്തിലുള്ള മാർക്ക് നഷ്ടപ്പെടുന്നതും സമയം നഷ്ടപ്പെടുന്നതും ഒഴിവാക്കാനാണ് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ 1996 AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിക്കുന്നത്. അപ്പൊ 1996 AK ആന്റണി തന്നെ ആയിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ അവിടെ ഈ പറയുന്ന കമ്മീഷൻ രൂപീകരിച്ചു 1996. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും 1996 നമ്മൾ ഈ പറയുന്ന നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് 1995 എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1 നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ആ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നത് 1996 മാർച്ച് 14 അതായത് ഈ പറയുന്ന നമ്മുടെ തൊട്ട് അടുത്ത പോയിന്റ് എന്താണ്? ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് ശരിയാണ്, എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അപ്പൊ ഇവര് അധ്യക്ഷയായിട്ട് ആദ്യത്തെ അധ്യക്ഷയായിട്ട് സുഗതകുമാരി അവര് അധ്യക്ഷയായിട്ട് ഈ പറയുന്ന ആദ്യത്തെ കമ്മീഷൻ രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1996 മാർച്ച് മാസം 14 1996 മാർച്ച് 14 കാര്യം ഓർത്തിരിക്കുക. 1994 മാർച്ച് 14 എന്ന് പറയുന്ന തീയതി ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീയതിയാണ്. പക്ഷെ നിയമം വരുന്നത് എന്നാണ്? നമ്മുടെ ഈ ഒരു നിയമം വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആ ഒരു നിയമം നിലവിൽ വരുന്നത് തൊട്ട് പിന്നിട്ട വർഷം 1995 ഡിസംബർ മാസം 1 തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഡിസംബർ മാസം 1 തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിന് പിന്നിൽ കുറച്ച് ചരിത്രങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ശ്രീമതി P സതീദേവിയാണ്. അതും ശരിയാണ്. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്. 28ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ ഈ
ഒരു വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. അതിനുശേഷം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു വനിതാ കമ്മീഷന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1990 എന്ന് പറയുന്ന വർഷത്തിൽ നിന്ന് വേണം ആരംഭിക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു വർഷം 1990 അതായത് അന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരുടെ നിയമസഹായത്തോടെയും ഒപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള വനിതാ സംഘടനകളുടെ നിർദ്ദേശങ്ങളോടെയും 1990 എന്ന് പറയുന്ന വർഷത്തിൽ അന്ന് നമ്മുടെ സാമൂഹ്യക്ഷേമ മന്ത്രിയായിരുന്ന KR ഗൗരി അമ്മയുടെയും നിർദ്ദേശപ്രകാരം നമ്മുടെ കേരള വനിതാ കമ്മീഷൻ നിയമമൊക്കെ പാസ്സാക്കിയിട്ട് എങ്ങോട്ട് അയക്കുകയാണ്? രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് അയക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1990 ഇത് അയക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അപ്പൊ പിന്നീട് എത്ര വർഷം എടുത്തു? 5 വർഷം എടുത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ 1990 അയച്ചു, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചു. അതിനുശേഷം 1995 സെപ്റ്റംബർ മാസം 15-ാം തീയതി അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ, അപ്പൊ ഇവിടെ ഈ ഒരു ഓർത്തിരിക്കുക. അപ്പൊ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു ആ സമയത്ത്? AK ആന്റണി എന്ന് ചോദിച്ചെങ്കിൽ ഈ ഒരു നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതിയുടെ പേര് ചിലപ്പോൾ ചോദിക്കാം. അത് ഏതാണ്? ശങ്കർ ദയാൽ ശർമ്മയാണെന്ന കാര്യം ഓർക്കുക. ശങ്കർ ദയാൽ ശർമ്മയാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഗവർണർ ഒപ്പിട്ടു എന്ന് കേൾക്കാറുണ്ട്. പക്ഷെ ഇത് ഒപ്പിട്ടിരിക്കുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇപ്പൊ കേരള വനിതാ കമ്മീഷൻ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുന്നു. അങ്ങനെ അത് 1995 സെപ്റ്റംബർ 15 എന്താണ്? രാഷ്ട്രപതി ഇതിൽ ഒപ്പിടുന്നു. അങ്ങനെ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി ഈ നിയമം എന്തായി? പാസ്സായി എന്ന കാര്യം ഓർക്കുക. എന്നാൽ പിന്നീട് 1995 ഡിസംബർ 1 എന്ത്? ഈ ഒരു നിയമം നിലവിൽ വന്നത്. അപ്പൊ പാസ്സാക്കിയത് 1995 സെപ്റ്റംബർ 15 എന്നാൽ 1995 ഡിസംബർ 1 തീയതിയാണ് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അതിനുശേഷം പിന്നീട് 1996 മാർച്ച് മാസം 14-ാം തീയതിയാണ് ആദ്യത്തെ വനിതാ കമ്മീഷൻ വരുന്നത്. നമ്മുടെ സുഗതകുമാരി ടീച്ചറൊക്കെ അധ്യക്ഷയായിട്ട് ആദ്യത്തെ വനിതാ കമ്മീഷൻ വരുന്നത്. അതിനുശേഷം പിന്നീട് 2002-ലും 2007-ലും നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഒരു നിയമം എന്താണ്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 വർഷങ്ങളായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത്. അതേപോലെ തന്നെ ഇതിലെ 5 അംഗങ്ങൾ, അതായത് അംഗങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ചെയർപേഴ്സണും 4-ൽ കൂടാത്ത അംഗങ്ങൾ എന്നാ പറയാ. ഒരു ചെയർപേഴ്സണും 4-ൽ കൂടാത്ത അംഗങ്ങളും ഒപ്പം ഇതിൽ ആരും കൂടെയുണ്ട്? ഒരു മെമ്പർ സെക്രട്ടറിയും കൂടെയുണ്ട്. അതേപോലെ തന്നെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇതിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. പിന്നെ ഇവർക്കൊരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി എന്നറിയപ്പെടുന്നത്. എന്താണ്? സ്ത്രീ ശക്തി എന്നറിയപ്പെടുന്നത് ഇവരുടെ പ്രസിദ്ധീകരണമാണ്. ഇത് കൂടാതെ സുഗതകുമാരി ആദ്യത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു ചോദിച്ചാൽ കേരളത്തിൽ ആരാണ്? സുഗതകുമാരി ടീച്ചറാണ്. 1996 2001 വരെയുള്ള കാലഘട്ടത്തിൽ. ഇനി അതിനുശേഷം 2001 മുതൽ 2002 വരെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട D ശ്രീദേവി ഈ പറയുന്ന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നുണ്ട്. ഇവര് വീണ്ടും 2007 മുതൽ 2012 വരെ രണ്ടാമതും എന്ത് വരുന്നുണ്ട്? അധ്യക്ഷ പദവിയിൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യം ആകെ ഒരു കൊല്ലേ വരുന്നുള്ളൂ, 2001 2002. അതിനുശേഷം പിന്നെ 2007 മുതൽ 2012. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 2 തവണ എന്ന് പറയുന്നത്. പിന്നെ അതിനിടയിൽ അപ്പൊ നോക്കുക, 2002-ന് ശേഷം 2007 അപ്പൊ 2002 മുതൽ 2007 വരെയുള്ള 5 വർഷം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അവിടെയാണ് മൂന്നാമത്തെ വ്യക്തി വരുന്നത്. അവരുടെ പേരാണ് ആര്? M കമലം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതിനിടയിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ്? അതായത് മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് M കമലം എന്ന പേരാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഏത് പേരാണ്? M കമലം എന്ന പേരാണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഈ 3 പേരുകൾ ഓർക്കുക. ആദ്യത്തേത് സുഗതകുമാരി ടീച്ചറാണ്, രണ്ടാമത് D ശ്രീദേവിയാണ്, മൂന്നാമത് വരുന്നത് M കമലമാണ്. നിലവിലുള്ളത് 7-ാമത്തെ വ്യക്തിയാണ്, അതാണ് P സതീദേവി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്.
ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു, തെറ്റാണ്. 2007 നിലവിൽ വരുന്നത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ VS അച്യുതാനന്ദനാണ്. അപ്പോൾ ഇവിടെ VS ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്, അപ്പൊ അതും ശരിയാണ്. സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ ഇവിടെ തെറ്റായതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ തെറ്റ് 3, ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് തെറ്റായത്? തെറ്റാവാൻ കാരണം എന്താണ്? ആ സമയത്ത് ആരാണ്? 2007 കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് 4 തീയതി, 2007 മെയ് 4 തീയതി, 2007 മെയ് 4 തീയതിയാണ് ഈ പറയുന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത്. എന്നാൽ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ് 2005. 2005 എന്ന് പറയുന്ന വർഷം ഈ ഒരു നിയമവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദുരന്ത നിവാരണ നിയമം വരുന്നത് 2005 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം നിലവിൽ വന്നിട്ടുള്ള സ്വയംഭരണ അധികാരമില്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഏതെന്ന് പറയുന്നത്? ദുരന്ത നിവാരണ അതോറിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്വയംഭരണ അധികാരമില്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് ഏത് നിലവിൽ വരുന്നത്? 2007 മെയ് 4 തീയതി ഏത് നിലവിൽ വരുന്നത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത്. അങ്ങനെ 2007 മെയ് 4 തീയതി ഇത്തരത്തിലൊരു അതോറിറ്റി നിലവിൽ വന്നപ്പോൾ ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് ഏത് മാറി? നമ്മുടെ കേരള സംസ്ഥാനം മാറി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന 2005 പരിചയപ്പെട്ട പോലെ തന്നെ മറ്റൊരു വർഷമാണ് 2010. ഇത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അതായത് കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ നിയമമാണ്. 2005 എന്ന് പറയുമ്പോൾ നിയമമാണ്, ഇവിടെ 2010 എന്ന് പറയുമ്പോൾ നയമാണ്. ആ നയം നിലവിൽ വന്നത് എന്നാണ്? 2010 കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 3 വർഷങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 2005 നിയമം വന്നു, 2007 മെയ് 4 രൂപീകരിച്ചു, 2010 എന്താണ്? കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ പറയുന്ന കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇവർ വേറെ പദവി വഹിക്കുന്നുണ്ടായിരിക്കും, ഒപ്പം ഇതിന്റെയും ചുമതല വഹിക്കുന്നു. അതാണ് എന്ത്? എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിലവിൽ നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എടുക്കുകയാണെങ്കിൽ എല്ലാവരും എന്താണ്? എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് മനസ്സിലായല്ലോ. ഓൾറെഡി അവർ വേറെ ചുമതല വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്ന് നമ്മൾ പഠിച്ചു? നമ്മുടെ മുഖ്യമന്ത്രിയാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ അവർ ഓൾറെഡി എന്താണ്? മുഖ്യമന്ത്രി എന്നൊരു പദവി വഹിക്കുന്നുണ്ട്. ഒപ്പം അവര് ആഭ്യന്തര വകുപ്പ് അവരുടെ കൈവശമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ ചെയർമാനാണ്. അപ്പൊ അദ്ദേഹം ഒരു എക്സ് ഒഫീഷ്യോ അംഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മുഖ്യമന്ത്രി ഇതിലൊരു അംഗമാണ്, സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് മന്ത്രി ഇതിലൊരു അംഗമാണ്. നിലവിൽ അത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് രണ്ടും ഒരാൾ തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ചെയർമാനും. രണ്ടാമത് നമ്മുടെ റവന്യൂ മന്ത്രിയാണ്, വൈസ് ചെയർമാൻ. അപ്പൊ റവന്യൂ മന്ത്രി അദ്ദേഹം വേറെ വകുപ്പ് വഹിക്കുന്നുണ്ട്, ഒപ്പം എന്താണ്? ഈ പറയുന്നതിന്റെ വൈസ് ചെയർമാൻ കൂടി. അപ്പൊ അവർ എക്സ് ഒഫീഷ്യോ അംഗമാണ്. അതുപോലെ കൃഷി മന്ത്രി എക്സ് ഒഫീഷ്യോ അംഗമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആണ് എന്ത്? ഇതിന്റെ CEO എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ CEO ആരെന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന കാര്യം ഓർക്കുക. ആരാണ്? ചീഫ് സെക്രട്ടറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിലെ അംഗമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് മന്ത്രി, നിലവിൽ അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ചെയർമാനും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി പഠിക്കേണ്ട, രണ്ടുപേരും ഒരാളാണ്. പിന്നെ വരുന്നത് റവന്യൂ മന്ത്രിയും കൃഷി മന്ത്രിയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളിൽ പെടാത്തതാരെന്ന് ചോദിക്കും. അവിടെ ഈ പറയുന്ന കൃഷി മന്ത്രി കൊടുക്കും, റവന്യൂ മന്ത്രി കൊടുക്കും, അതേപോലെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി കൊടുക്കും, പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് വേണമെങ്കിൽ ഒരു ഓപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്പീക്കർ എന്ന ഓപ്ഷനിൽ കൊടുക്കാം. അപ്പൊ കൃത്യമായിട്ട് ഈ 7 അംഗങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പൊ ആ അംഗങ്ങളുടെ പേര് ഒന്ന് പറയാം. നിലവിൽ 7 പേര്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രി ചെയർമാനാണ്. പിന്നെ ഒന്ന് റവന്യൂ മന്ത്രി, അദ്ദേഹം വൈസ് ചെയർമാനാണ്. ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കൃഷി മന്ത്രി ഇതിൽ അംഗമാണ്. ആരാണ് അംഗം? കൃഷി മന്ത്രിയാണ് ഇതിൽ അംഗം. അത് ഓർക്കുക. ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ CEO എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് കൂടാതെ ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിൽ അംഗമാണ്. ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. അതുപോലെ തന്നെ
പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതിന്റെ കൺവീനറാണ്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചെയർമാൻ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി വൈസ് ചെയർമാൻ, സിഇഒ എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി, കൺവീനർ എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഈ പറയുന്ന റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് കൂടാതെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി എന്താണ് ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി ഇതിലെന്താണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ആ പേരുകൾ ഒരിക്കൽ കൂടി പറയാം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്, കൃഷി മന്ത്രിയുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്, അതേപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവിയും എന്താണ് ഈ പറയുന്ന കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളാണ്. നിലവിൽ 7 പേരാണ്. അതിൽ സിഇഒ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ്. അതേപോലെ തന്നെ നമ്മുടെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ റവന്യൂ മന്ത്രിയാണ്. അതേപോലെ തന്നെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. അതേപോലെ കൺവീനർ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്. അതേപോലെ മെമ്പർ സെക്രട്ടറി ആണ് ആര് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇനി 30ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഓരോരുത്തരുടെയും രചനകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട തെറ്റായ ജോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് തെറ്റായ ജോഡിയാണ്. ആങ് സാൻ സൂക്കി ഭയത്തിൽ നിന്നുമുള്ള മോചനം, അത് ശരിയാണ്. നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, അതും ശരി തന്നെയാണ്. ഒരു ആത്മകഥയായിട്ടൊക്കെ നമുക്ക് പറയാം. ഇനി ഒബ്രെ മേനോൻ ഞാൻ നാഥുറാം സംസാരിക്കുന്നു, അത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് തെറ്റാണ്. അപ്പൊ അതിന്റെ ശരി എന്ന് പറയുന്നത് ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മറാത്തി നാടകമാണ്. എന്താണ്? ഒരു മറാത്തി നാടകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു മറാത്തി നാടകമാണ് ഈ പറയുന്ന ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് രചിക്കുന്നത് പ്രദീപ് ദാൽവിയാണ്. ഈ നാടകം രചിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രദീപ് ദാൽവി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ ഈ നാടകം സംവിധാനം ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ വിനയ് ആപ്തെയാണ്. ആരാണ്? വിനയ് ആപ്തെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. വിനയ് ആപ്തെയാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അപ്പൊ ഈ 2 പേരിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് വേറെയാണ്, അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? 3 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. സൽമാൻ റുഷ്ദിയുടെ ആണ് എന്ത് സാത്താന്റെ വചനങ്ങൾ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെയാണ്. അപ്പൊ ഇവിടെ ആങ് സാൻ സൂക്കി ഭയത്തിൽ നിന്നുമുള്ള മോചനം, പിന്നെ നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, പിന്നെ ഇവിടെ ഞാൻ നാഥുറാം സംസാരിക്കുന്ന ഒരു മറാത്തി നാടകമാണ്. പ്രദീപ് ദാൽവി അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിനയ് ആപ്തെയാണ് നീ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 31ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന ദൃഢ ഭരണഘടനയാണ്, അത് തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്, അതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്, അതെന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഈ 3ാമത്തതാണ് ശരി. ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്, അത് തെറ്റാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് നമുക്ക് ലോകസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ആദ്യം അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ത്? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അതിന്റെ സവിശേഷതകളിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഭാഗികമായിട്ട് അയവുള്ളതും ഭാഗികമായിട്ട് ദൃഢവുമാണെന്ന കാര്യം ഓർക്കുക. ഭാഗികമായിട്ട് അയവുള്ളതും ഭാഗികമായിട്ട് ദൃഢവുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് അയവുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വേഗത്തിൽ വരുത്താൻ പറ്റും. ദൃഢം എന്ന് പറയുമ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റ് ആയിരിക്കും. പക്ഷെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റം വരുത്താം, എന്നാൽ ചില കാര്യങ്ങൾ എന്താണ് നമുക്ക് എളുപ്പത്തിൽ മാറ്റം വരുത്താനും പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഭാഗികമായ അയവുള്ളതാണ്, അതോടൊപ്പം തന്നെ ഭാഗികമായിട്ട് ദൃഢവുമാണ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? 3ാമത്തതാണ് ഉത്തരം. അതുപോലെ തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും കൃത്യമായി പഠിച്ചു വെക്കണം. നമ്മുടെ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിച്ച് തുടങ്ങാമെന്ന കാര്യം ഓർക്കുക. പക്ഷെ 2 സഭകളിലൂടെയും എന്ത് ചെയ്യണം? അത് കടന്നു പോകണം. അവസാനം അത് രാഷ്ട്രപതി ഒപ്പിട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിയമം പ്രാബല്യത്തിൽ വരാൻ പറ്റൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? ഇത് നമ്മൾ കുടല്, അതിനെ മംഗ്ലീഷിൽ എഴുതുമ്പോൾ കെ വെച്ചാണ് എഴുതുക, അത് വെച്ചിട്ട് വിറ്റാമിൻ കെ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്.
പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ്, ഓസ്റ്റിയോപോറോസിസ് എന്നതാണ് ഈ ഒരു 33ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന രോഗം ഏത് ഹോർമോണിന്റെ കുറവ് മൂലം എന്ന് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈസ്ട്രജൻ ഹോർമോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നേരെ തിരിച്ചു എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഈ അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത്, ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, അതുപോലെ തന്നെ ഈ വിറ്റാമിൻ ഡിയുടെ കുറവ്, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന രോഗത്തിന് കാരണമാകാറുണ്ട്. ഇത് നമ്മുടെ ഇടുപ്പല്ല്, നമ്മുടെ മണിബന്ധം, നമ്മുടെ നട്ടെല്ല്, ഈ ഭാഗങ്ങളെ എന്താണ് കൂടുതൽ ഇത് ബാധിക്കുന്നത്. ഒപ്പം നമ്മളിവിടെ പറഞ്ഞു ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അസ്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതൊരു രോഗമാണ്. ഏത് ഹോർമോണിന്റെ കുറവ്, അവിടെ ഓർക്കുക ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെട്ട ഇവിടെ ഓപ്ഷൻ സിയിൽ ഒരു ഗൗട്ട് എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ. ഈ ഗൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ രക്തവാതം എന്ന് പറയുന്നു. പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന മൂലം സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പരൽ രൂപത്തിൽ നമ്മുടെ ഈ യൂറിക് ആസിഡ് ഉണ്ടല്ലോ അത് അടിഞ്ഞുകൂടുന്നത് മൂലം നമ്മുടെ ഈ സന്ധികൾ ഉണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന ഒരു നീർവീക്കമാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ രക്തവാതം എന്നും കേൾക്കാറുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് 34ാമത്തെ ചോദ്യമാണ്. നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്കിടയിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ്? അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, കീലസന്ധി എന്നാണ് 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മുടെ നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്കിടയിൽ കാണപ്പെടുന്ന സന്ധിയാണ് എന്ത്, കീലസന്ധി എന്ന് പറയുന്നത്. ഇനി ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാവുന്ന രോഗാണു ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ എ ആണ്, ആൽഫ വൈറസ് ആണ്. ആൽഫ വൈറസ് ആണ് ഈ പറയുന്ന ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 36ാമത്തെ ചോദ്യം, ആ ഒരു സമയത്ത് നോബൽ സമ്മാനം കിട്ടിയ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഇത് ശരിക്കും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അത് എവിടെ കയറി ചോദിച്ചു, ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് ചോദിച്ചു. അതായത് 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ചോദിക്കും എന്ന് പറയുന്നുണ്ട്. അത് എവിടെയും ചോദിക്കുന്നുണ്ട്, ബയോളജി എന്ന് പറയുന്ന ഭാഗത്തും ചോദിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് 20 എന്നല്ല, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെ. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, അതുപോലെ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തുമ്പികളെയൊക്കെ പശ്ചിമഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ എവിടെ ചോദിക്കാം, നമ്മുടെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്ത് കയറിയിട്ട് ചോദിക്കാം. അതായത് ബയോളജിയിലും ഉൾപ്പെടാം. അപ്പൊ അതുപോലെ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ്, വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് 2022 നോബൽ കിട്ടിയ സ്വാന്റെ പാബോ എന്ന കാര്യം ഓർത്തിരിക്കുക. സ്വാന്റെ പാബോ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 2022 സ്വീഡൻകാരനാണ്. എന്നാൽ നമുക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക ഏതായിരിക്കും, 2023 നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അപ്പൊ 2023 വരുമ്പോൾ അവിടെ വൈദ്യശാസ്ത്രത്തിന് കാറ്റലിൻ കാരിക്കോ എന്ന് പറയുന്ന വ്യക്തിക്കും, അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച 2 പേരുകളാണ്. അതിലൊരു പേരാണ് ഇവിടെ നമ്മളിപ്പോൾ എഴുതുന്നത്, കാറ്റലിൻ കാരിക്കോ എന്നതാണ് ഒന്നാമത്തെ പേര്. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് ഡ്രൂ വീസ്മാൻ എന്നതാണ്. അപ്പൊ രണ്ടാമത്തെ പേര് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു, ഡ്രൂ വീസ്മാൻ എന്നതാണ് രണ്ടാമത്തെ പേര്. അപ്പൊ ഈ 2 വ്യക്തികൾക്കാണ് എന്ത് ലഭിക്കുന്നത്, നോബൽ സമ്മാനം 2023 വൈദ്യശാസ്ത്രത്തിന് ലഭിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോടൈഡ് അടിസ്ഥാന പരീക്ഷണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത്, നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്കാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത്, ഈ പറയുന്ന നോബൽ സമ്മാനം 2023 ലഭിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്. അപ്പൊ 2 പേരുകളാണ്, കാറ്റലിൻ കാരിക്ക, മറ്റൊരു പേരാണ് ഡ്രൂ വീസ്മാൻ എന്ന കാര്യം ഓർക്കുക. ഇത് നമ്മൾ എങ്ങനെയായിരുന്നു ഓർത്തു വെച്ചിരുന്നത്,
COVID-19 എന്ന് പറയുമ്പോൾ ഈ വായുവിലൂടെയൊക്കെ നമ്മളിലേക്ക് എത്തുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അന്ന് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, 2023 ഈ ഒരു നോബൽ സമ്മാനം ലഭിക്കുന്നത് ഈ രണ്ട് പേരുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. COVID-19 ഈ പറയുന്ന വായു എന്ന് പറയുന്ന നമ്മളൊരു കാറ്റൊക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ കാറ്റലിൻ കരയ്ക്ക അവിടെ കിട്ടി. കാറ്റലിൻ കാറ്റ്, വായു കാറ്റ്, അപ്പൊ അവിടെ കാറ്റലിൻ കാരിക്ക എന്നവിടെ കിട്ടി. ഇനി ഈ വായു നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ശബ്ദമല്ല നമുക്ക് കിട്ടുക, ഷ് എന്ന് പറയുന്ന ഒരു ശബ്ദമല്ലേ വരിക. അതാണ് ഡ്രൂ വീസ്മാൻ കണ്ടോ, അവിടെ ആ സ് എന്നൊരു ശബ്ദമുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കുകയായിരുന്നു. COVID-19 ബന്ധപ്പെട്ട് കിടക്കുന്നു. COVID-19 ബന്ധപ്പെട്ട് mRNA വാക്സിനുകളുടെ ഒക്കെ കണ്ടുപിടുത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവരുടെ പരീക്ഷണങ്ങൾ. ഒപ്പം അത് ലഭിച്ചിരിക്കുന്ന രണ്ട് പേരുകൾ കാറ്റ്ലിൻ കാരിക്ക, മറ്റൊരു പേര് ഡ്രൂ വീസ്മാൻ എന്നിങ്ങനെ രണ്ട് പേരുകളും പഠിച്ചു. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച രണ്ട് പേരുകൾ. ഇനി അടുത്തതിലേക്ക് വരാം. അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന 37-ാം ചോദ്യം, സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചരണ പരിപാടി ഏതെന്നാണ് ഇവിടെ 37-ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത്. അവിടെ വിവാ കേരളം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് വിവാ കേരളമാണ്. അപ്പൊ എന്താണ് വിവാ കേരളം? സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആര് നടക്കുന്നു? ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചരണ പരിപാടിയാണ് വിവാ കേരള എന്ന് പറയുന്നത്. അതായത് 15 മുതൽ 59 വരെ പ്രായമുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ അല്ലെങ്കിൽ നമുക്ക് വിളർച്ച എന്ന് പറയുക അത് കണ്ടെത്തുകയും അതിനാവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ഒരു ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത് വിവാ കേരള എന്ന് പറയുന്നത്. ഈ വിവ എന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഒരു വയസ്സ് ഓർത്തിരിക്കുക, 15 മുതൽ 59, 15 മുതൽ 59, 15 to 59. അപ്പോൾ 15 മുതൽ 59 വരെ പ്രായമുള്ള പെൺകുട്ടികളിലും ഒപ്പം സ്ത്രീകളിലും അനീമിയ അല്ലെങ്കിൽ വിളർച്ച കണ്ടെത്തുകയും അതിനാവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ഒരു ക്യാമ്പയിനാണ് വിവാ കേരള. അതാണ് എന്ത്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഓപ്ഷൻ ബിയിൽ വി മിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വി മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായിട്ട് കേരള സർക്കാർ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ മുഖേന 50 ലക്ഷം രൂപ വായ്പ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് വി മിഷൻ എന്ന് പറയുന്നത്. അതായത് വിമൺ എന്റർപ്രണർഷിപ്പ് മിഷൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. WE എന്ന് പറഞ്ഞാൽ വിമൺ എന്റർപ്രണർഷിപ്പ് മിഷൻ. അപ്പോൾ അതെന്താണ്? വനിതാ സംരംഭകരെയൊക്കെ ശാക്തീകരിക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനൊക്കെ കൂടി ചേർന്നിട്ട് 50 ലക്ഷം രൂപ വരെ എന്താണ് വായ്പ അനുവദിക്കും. അതുമായി ബന്ധപ്പെട്ടാണ് വി മിഷൻ എന്ന് പറയുന്ന പദ്ധതി. പിന്നെ നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ടാണ് പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ്. അപ്പം ഇത് സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഈ പറയുന്ന പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം ഓർക്കുക. പരിരക്ഷ എന്ന ഈ ഒരു പദ്ധതി എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് എന്താണ് ഈ പറയുന്ന പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ഭേദമന്യേ എല്ലാ അംഗപരിമിതർക്കും എന്താണ് ഈ ഒരു പദ്ധതി പ്രകാരം സേവനം ലഭിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ സേവനത്തിന് ദാരിദ്ര്യരേഖ പരിധിയൊന്നും ബാധകമല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ദാരിദ്ര്യരേഖ പരിധിയൊന്നും എന്തല്ല, ബാധകമല്ല. എല്ലാവർക്കും ഈ ഒരു പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കും. അപ്പൊ ആ പേരിൽ നിന്നുണ്ട് അംഗപരിമിതർക്ക് പരിരക്ഷ ലഭിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 38-ാമത്തെ ചോദ്യമാണ്. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും ഏത് തന്നെയായിരിക്കും? നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഒരു നെഗറ്റീവ് പ്രവൃത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പൊ നമ്മളൊരു ബലം പ്രയോഗിക്കുകയാണ്, അപ്പൊ ആ ദിശയിൽ തന്നെയാണ് ആ വസ്തു ചലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ നടക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ചെരുവ് പ്രതലത്തിലൂടെ നമ്മളിത് ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ച് കയറ്റുക എന്ന് വിചാരിക്കുക. അപ്പൊ ഈ സമയത്ത് ഘർഷണബലം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പോ ആ ഒരു പ്രവൃത്തി, അതായത് ചലനം, ഈ വസ്തു മൂവ് ചെയ്യുന്നത് ഈ ഒരു ദിശയിലാണ്,
ഘർഷണബലം എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഘർഷണബലം ചെയ്യുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വസ്തു മൂവ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ ഈ വലിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? അപ്പം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുക. അപ്പൊ എല്ലാ കേസിലും ഈ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും? ഒരു നെഗറ്റീവ് പ്രവൃത്തി ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് 39ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 39ാമത്തെ ചോദ്യത്തിൽ വസ്തുവിന്റെ മാസ്, ഭൂമിയുടെ മാസ്, വസ്തുവിന്റെ ആരം, ഭൂമിയുടെ ആരം എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പാലായന പ്രവേഗം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത്, പാലായന പ്രവേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മുടെ ഈ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ r എന്ന് പഠിക്കും. അപ്പൊ ഇത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ വി എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് എസ്കേപ്പ് വെലോസിറ്റി, അല്ലെങ്കിൽ അതിന്റെ മലയാളമാണ് എന്ത്? പാലായന പ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പാലായന പ്രവേഗം എന്ന് പറയുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് നമ്മുടെ ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഭൂമി എടുക്കാം. ഭൂമിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ ഈ റോക്കറ്റ് മുഖാന്തരം അയക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ചുകൊണ്ട് അതിന്റെ പുറമേ എത്തണം. അതിനുവേണ്ടി ആ വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രവേഗം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാലായന പ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ r എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ m എന്ന് പറയുന്നത് ഏത് ഗോളത്തിൽ നിന്നാണോ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആ ഗോളത്തിന്റെ ഭാരമാണ്. അപ്പൊ ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്? ഗോളത്തിന്റെ ഭാരമാണ്. അപ്പൊ ഗോളം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമി ഒരു ഗോളമാണ്. അപ്പൊ അതെന്താണ്? ഭൂമിയുടെ മാസ് ആണ് ശരിക്കും ഇവിടെ m ആയിട്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏത് ഗോളമാണോ ഉദ്ദേശിക്കുന്നത് ആ ഗോളത്തിന്റെ മാസ്. നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഭൂമിയുടെ മാസ്. അപ്പോൾ ഭൂമി ഒരു ഗോളമാണ്, ആ ഭൂമിയുടെ മാസ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പാലായന പ്രവേഗം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ ഉത്തരത്തിൽ വരണം. ഇനി എന്താണ് ഈ r എന്ന് പറയുന്നത്? r എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏത് ഗോളത്തിൽ നിന്നാണോ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആ ഗോളത്തിന്റെ ആരമാണ്. അപ്പൊ നമ്മളിവിടെ ഗോളം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ ഭൂമിയുടെ ആരമാണ്. ഭൂമിയുടെ ആരം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 4ാമത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? ഉത്തരമായിട്ട് വരേണ്ടത് ഈ 2ഉം 4ഉമാണ്. 2ഉം 4ഉം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ വസ്തുവിന്റെ ഭാരത്തെക്കുറിച്ച് ഈക്വേഷനിൽ ഉപയോഗിക്കുന്നില്ല, വസ്തുവിന്റെ മാസും ഈക്വേഷനിൽ വരുന്നില്ല. ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും മാത്രമേ വരുന്നുള്ളൂ. ഇനി ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണെന്ന കാര്യം പറയാം. അതൊരു കോൺസ്റ്റന്റ് ആണ്. അത് ഇതിനെ അങ്ങോട്ട് അതെപ്പോഴും ഒരു വാല്യൂ തന്നെയായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും ഇത് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? ഈ പറയുന്ന ഭൂമിയുടെ മാസും അതോടൊപ്പം തന്നെ ഭൂമിയുടെ ആരത്തെയുമാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ നോക്കുക, ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയാണെന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഏതൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തെയുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് പാലായന പ്രവേഗം എന്ന് മനസ്സിലായല്ലോ? ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ്. അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് ആ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ട ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു പ്രവേഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാലായന പ്രവേഗം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന കാര്യം ഓർക്കുക. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സഞ്ചരിക്കുന്ന രീതിയിൽ ഒരു പ്രവേഗത്തിൽ ഇവിടുന്ന് നമ്മൾ വിക്ഷേപിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുള്ളൂ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക 11 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കിലോമീറ്റർ ആണ്, മീറ്റർ പെർ സെക്കൻഡ് അല്ല. മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ സാധാരണ കേട്ടോണ്ടിരിക്കുക, പക്ഷെ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം. അതുപോലെ ചന്ദ്രനിൽ ചോദിക്കാറുണ്ട്. ചന്ദ്രന്റെ പാലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണെന്ന് വെച്ചാൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്.
2.38 km/s ആണ് ചന്ദ്രന്റെ പാലായന പ്രവേഗം എന്ന കാര്യം ഓർക്കുക. ഇനി ഏറ്റവും കൂടിയ പാലായന പ്രവേഗമുള്ള ആർക്കാണ്? നമ്മുടെ സൂര്യനാണ്. 618 km/s ആണ്. 618 km/s ആണ് സൂര്യന്റെ പാലായന പ്രവേഗം എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് നമ്മുടെ വ്യാഴഗ്രഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? വ്യാഴഗ്രഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക. വ്യാഴഗ്രഹമാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പാലായന പ്രവേഗവുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ പരിചയപ്പെട്ടു. ഈ ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. വി എസ്കേപ്പ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ r എന്നാണ് ഇക്വേഷൻ. ജി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുന്നു. എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മാസാണ്, അല്ലാതെ വസ്തുവിന്റെ മാസ് അല്ല. ആർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസ് ആണ്, വസ്തുവിന്റെ റേഡിയസ് അല്ല എന്ന ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന് ഭൂമിയുടെ മാസിനെ, മറ്റൊന്ന് ഭൂമിയുടെ ആരത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി അടുത്ത 40ാമത്തെ ചോദ്യമാണ്. 40ാമത്തെ ചോദ്യം ഫിസിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCRT-യിലൊക്കെ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതേണ്ടത് ലെൻസിന്റെ അപവർത്തനാങ്കം. ലെൻസിന്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് നമ്മൾ മ്യൂ എന്ന് പറയുന്നൊരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലെൻസിന്റെ അപവർത്തനാങ്കത്തെ ഞാൻ μ2 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് 3/2 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിന്റെ ഫോക്കസ് ദൂരം ഇവിടെ തന്നിട്ടുണ്ട്. വായുവിൽ ലെൻസിന്റെ ഫോക്കസ് ദൂരം ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞാൻ F1 ആയിട്ട് എടുക്കുകയാണ്. അത് 20 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. മൂന്നാമത് ഇവിടെ തന്നിരിക്കുന്നത് ജലത്തിന്റെ അപവർത്തനാങ്കമാണ്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് ജലത്തിന്റെ അപവർത്തനാങ്കമാണ്. അത് ഞാൻ μ1 ആയിട്ട് എടുത്തിരിക്കുന്നു. അത് ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 4/3 എന്നാണ്. ഇനി നമ്മുടെ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. വായുവിൽ ഈ പറയുന്ന ഫോക്കസ്, വായുവിൽ ഉള്ള ഈ ഒരു ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/f ഈസ് ഈക്വൽ ടു μ2 - 1 ഇൻറ്റു 1/r1 - 1/r2 എന്നതാണ് ഇക്വേഷൻ. ഇനി നമ്മുടെ ജലത്തിൽ ഉള്ള ആ ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് 1/f1 ആണ്. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് F1 എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ജലത്തിലേക്ക് വരുമ്പോൾ നമുക്കത് F2 ആയിട്ട് എടുക്കാം. അപ്പോൾ ജലത്തിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/f2 ഈസ് ഈക്വൽ ടു, ഇത് ജലത്തിലെയാണ്. അപ്പോൾ അവിടെ അപവർത്തനാങ്കം ഏതും കൂടെ കടന്നു വരും, ജലത്തിൻ്റെയും കൂടെ കടന്നു വരും. അപ്പം നമുക്കവിടെ μ2 ഡിവൈഡഡ് ബൈ μ1 - 1 ഇൻറ്റു 1/r1 - 1/r2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി ഈ ഒന്നാമത്തെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ഇക്വേഷനിലെ F2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ F1 എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് അറിയാം ചോദ്യത്തിൽ. ഈ μ2 എന്ന് പറയുന്ന ഭാഗവും നമുക്ക് ചോദ്യത്തിൽ അറിയാം. പക്ഷേ 1/r1 - 1/r2 എന്ന് പറയുന്ന ഭാഗത്തിന്റെ വാല്യൂ കിട്ടിയെങ്കിൽ 1/f2 എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് സോൾവ് ചെയ്ത് F2ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. F1 എന്നതിൻ്റെ
വില ഓൾറെഡി നമ്മളെ ചോദ്യത്തിൽ 20 തന്നിട്ടുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1/20 ഈസ് ഈക്വൽ ടു μ2 എന്നതിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ചോദ്യത്തിൽ തന്നു 3/2 എന്ന്. അപ്പോൾ ഞാൻ അവിടെ ആ ബ്രാക്കറ്റിനുള്ളിൽ μ2ൻ്റെ സ്ഥാനത്ത് 3/2 എന്ന് കൊടുത്തു. 1 ഇൻറ്റു നമുക്കിവിടെ തന്നിരിക്കുന്ന 1/r1 മൈനസ് 1/r2. ഇനി ഈ ഒരു ഭാഗം നമ്മൾ സോൾവ് ചെയ്താലോ, 3/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യും പോലെ 3 മൈനസ് 2/2 എന്ന് വരില്ലേ, അപ്പോൾ അത് 1/2 എന്ന് കിട്ടും. 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 ആണ്, /2 അത് സാധാ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എന്തായിട്ട് മാറി, 1/2 എന്നായിട്ട് മാറി, 1/2 എന്നായിട്ട് മാറി. ഇപ്പോൾ നമുക്ക് 1/r1 മൈനസ് 1/r2ൻ്റെ വാല്യൂ കിട്ടും. ഇതിന് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടി, 2/20 എന്നല്ല കിട്ടുക, അത് നമുക്ക് 1/10 എന്ന് കിട്ടും. അതായത് 1/r1 മൈനസ് 1/r2 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി, 1/10 എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ 1/r1 മൈനസ് 1/r2ൻ്റെ വാല്യൂ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബാക്കി വാല്യൂസ് എല്ലാം μ2ൻ്റെ ആണെങ്കിലും μ1ൻ്റെ ആണെങ്കിലും വാല്യൂസ് ഒക്കെ ഓൾറെഡി ചോദ്യത്തിലുണ്ട്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 1/f2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് f2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നേരെ ഒന്ന് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ f2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ 1/r1 മൈനസ് r2ൻ്റെത് 1/10 ആണെന്ന് നമ്മുടെ ഈ ഒരു നമ്മൾ അതെന്താണ് സോൾവ് ചെയ്ത് നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വരുന്ന മാറ്റം ഒന്ന് നോക്കാം. നോക്കുക, 1/f2 ഈസ് ഈക്വൽ ടു μ2 എന്ന് പറയുന്നത് എത്രയാണ്, μ2 എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ 3/2 μ1 എന്ന് പറയുന്നത് 4/3 അപ്പോൾ നമുക്ക് ഇവിടെ 3/2 ബൈ എന്തായിട്ട് വരും, 4/3 മൈനസ് 1 ഇത്രയും ഭാഗം ദാറ്റ് ഇൻറ്റു എന്താണ് 1/10. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വാല്യൂ 1/r1 മൈനസ് 1/r2 1/10 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മൊത്തം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത് മൊത്തം നമ്മൾ സാധാരണ കാൽക്കുലേഷൻ ആണ്, അത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/18 എന്ന് കിട്ടും. f2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ f2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 18 എന്നാണ് കിട്ടുക, 18 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസറിൽ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു, അതായത് ആദ്യത്തെ കേസിൽ അത് വായുവിലുള്ള ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് അത് കണ്ടുപിടിക്കാം. 1/f1 ഈസ് ഈക്വൽ ടു μ2 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇനി ജലത്തിലേക്ക് വരുമ്പോൾ 1/f2 ഈസ് ഈക്വൽ ടു μ2/μ1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 80 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2022 നവംബറിൽ EOS 6 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ച PSLV റോക്കറ്റ് ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 41ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം PSLV C-54 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതെന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 42ാമത്തെ ചോദ്യം AlCl3 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി നമ്മൾ പറയും ലൂയിസ് ആസിഡ് എന്ന് പറയും. അപ്പോൾ ഈ ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണമാണ് ഈ പറയുന്ന AlCl3 എന്ന കാര്യം ഓർക്കുക, AlCl3 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ശൂന്യമായ പരിക്രമണ പഥങ്ങൾ ഉള്ളതും ലൂയിസ് ബേസുകളിൽ നിന്ന് ഇലക്ട്രോൺ ജോഡികൾ സ്വീകരിക്കാൻ കഴിയുന്നതുമായ രാസ ഇനങ്ങളാണ് എന്ത്, ലൂയിസ് ആസിഡുകൾ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് AlCl3, അതുപോലെ തന്നെ CO3+, അതുപോലെ തന്നെ Mg2+. ഇതൊക്കെ എന്താണ്, ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണമാണ് നമ്മളിവിടെ പറഞ്ഞ AlCl3, അതുപോലെ തന്നെ CO3+, Mg2+ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് എഴുതിയെടുത്തേക്കുക. ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടൊന്നും പോകണ്ട. ഈ പറയുന്ന പേര് നമ്മൾ SCRT പറയുന്നതാണ്.
ഞാനിവിടെ പറയാൻ പോകുന്നതാണ് ലൂയിസ് ആസിഡുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ പറയാം, ZnCl2, ഇത് നമ്മൾ സിങ്ക് ക്ലോറൈഡ് എന്ന് പറയും. രണ്ടാമത് BH3 ബോറോൺ ട്രൈഹൈഡ്രൈഡ് എന്ന് പറയും. FeBr3 അയൺ ബ്രോമൈഡ് എന്ന് പറയും. ഒപ്പം നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു AlCl3, പിന്നെ H+, Fe+, Al3+ ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ട് ഈ 4 പഠിക്കുക. ഇതെന്താണ്? ലൂയിസ് ആസിഡാണ്. നമ്മൾ സാധാരണ പഠിക്കാറില്ല, ആസിഡുകളിലൊക്കെ ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഹൈഡ്രജൻ ഇല്ലാതെ എന്താണ് ആസിഡ് സ്വഭാവം കാണിക്കുന്നവയാണ് ശരിക്കും ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ BH3 എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ അവ എന്താണ് ലൂയിസ് ആസിഡിന്റെ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, എന്താണ് ലൂയിസ് ആസിഡിന്റെ എക്സാമ്പിൾസ് അതേ ചോദിക്കുള്ളൂ. അത് 4 ഞാനിവിടെ പരിചയപ്പെടുത്തി. സിങ്ക് ക്ലോറൈഡ്, അതുപോലെ തന്നെ ബോറോൺ ട്രൈഹൈഡ്രൈഡ്, പിന്നെ മറ്റൊന്ന് അയൺ ബ്രോമൈഡ്, പിന്നെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടത് അലുമിനിയം ക്ലോറൈഡ്. ഇതുപോലെ തന്നെ എന്തുകൊണ്ട് ലൂയിസ് ബേസും ഉണ്ട്. എന്തുകൊണ്ട് ലൂയിസ് ബേസും ഉണ്ട്. അപ്പോൾ ഇന്ന് ലൂയിസ് ആസിഡ് ചോദിച്ചു, നാളെ ലൂയിസ് ബേസ് ചോദിക്കാം. അതിൻ്റെ എക്സാമ്പിൾ എഴുതിയെടുത്തോ. NH3. പിന്നെ ജലം ലൂയിസ് ബേസ് ആണ്, H2O. അതുപോലെ തന്നെ Cl-, Br-, OH-, ഇതൊക്കെ ലൂയിസ് ബേസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് NH3, H2O. മറ്റടുത്തേക്ക് വരുമ്പോൾ സിങ്ക് ക്ലോറൈഡ്, BH3, FeBr3, AlCl3. ഇത് ഓർത്ത് വെക്കണേ. സിങ്ക് ക്ലോറൈഡ് ലൂയിസ് ആസിഡ് ആണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ലൂയിസ് ആസിഡ് ഏതാണ്? സിങ്ക് ക്ലോറൈഡ്. രണ്ടാമതോ BH3. മൂന്നാമതോ FeBr3. നാലാമതോ AlCl3. അപ്പോൾ ഏതെല്ലാമാണ്? സിങ്ക് ക്ലോറൈഡ്, ബോറോൺ ട്രൈഹൈഡ്രൈഡ്, അയൺ ബ്രോമൈഡ്, പിന്നെ അലുമിനിയം ക്ലോറൈഡ്, അമോണിയ NH3, പിന്നെ H2O, Cl-, Br-, OH- ഒക്കെ എന്താണ്? ലൂയിസ് ബേസുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടൊന്നും ആഴത്തിൽ കയറി ചോദിക്കില്ല. ഇത് SCRT-യിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് അവരെടുത്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ 42ാമത് ചോദ്യം വരെ എത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ്. നമുക്കറിയാം ഈ ഓരോ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.